നഗരഗ്രാമ വീഥികളെ ഭക്തി നിർഭരമാക്കി ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രകൾ തുടരുകയാണ്. അമ്മമാരെന്ന് പറയുമ്പോൾ ജന്മം നൽകിയ അവരുടെ മാതാവ് അപ്പോൾ ദേവകിക്ക് പരമാനന്ദം കൊടുത്ത പെറ്റമ്മയ്ക്കും പിറന്ന നാടിനും ജോയ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തിരുവനന്തപുരത്തെ ശ്രീകൃഷ്ണ ജയന്തി വന്നെത്തുമ്പോൾ തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഭക്തിനിർഭരമായ ശോഭയാത്ര നടക്കുകയാണ്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ദിനേശ് കുമാർ ചേരുകയാണ്. ഏത് രീതിയിലാണ് കോഴിക്കോട് ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്? കോഴിക്കോട് ഇപ്പോൾ ഇതിന്റെ മഹാ ശോഭയാത്രയായി ഇപ്പോൾ മുതലക്കുളം മൈതാനിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത് മറ്റു പല ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. ആദ്യം ഇത് ആരംഭിച്ചത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്നായിരുന്നു പ്രധാന ശോഭയാത്ര ആരംഭിച്ചത്. അതിനുശേഷം മറ്റു പല ഭാഗങ്ങളിൽ നിന്ന്, ചേവായൂരിൽ നിന്നും അതുപോലെ തന്നെ കാരപ്പറമ്പിൽ നിന്നും ഉള്ള ശോഭയാത്രകൾ നന്ദിലത്ത് ജംഗ്ഷനിലായിരുന്നു പിന്നെ സംഗമിച്ചത്. അതിനുശേഷം ഇത് മാനാഞ്ചിറ വഴി കമ്മീഷണർ ഓഫീസിന് സമീപം വെച്ച് മറ്റ് പല ഭാഗത്തു നിന്നും വരുന്ന ചെറിയ ശോഭയാത്രകളുമായി സംഗമിച്ച ശേഷം ഇപ്പോൾ മഹാശോഭയാത്രയായിക്കൊണ്ടിത് മുതലക്കുളത്തേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. മുതലക്കുളത്ത് ഏകദേശം അരമണിക്കൂറിനകം തന്നെ ശോഭയാത്രകൾ സമാപിക്കും. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും ബിനേഷ് കുമാർ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. തൃശൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശോഭയാത്ര പുരോഗമിക്കുകയാണ്. കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വിജയതിന്റെ അച്ഛനും എന്താ വെച്ചാൽ ഒരു ഇംഗ്ലീഷ് പാഠപുസ്തകത്തിന്റെ എന്തോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. അവന്റെ എന്തോ കയറി പോകുന്നുണ്ടോ. ഞാൻ ഉച്ചക്ക് ഉണ്ണിയോട് അഷ്ടമി രോഹിണി ദിനാളിൽ ഗുരുവായൂർ ക്ഷേത്രം ആഘോഷ നിറവിൽ. പതിനായിരങ്ങളാണ് പിറന്നാൾ ദിനത്തിൽ കണ്ണനെ കാണാൻ ഗുരുവായൂരിലേക്ക് എത്തിയത്. നൃത്തനൃത്യങ്ങളും ഉറിയടിയും ഘോഷയാത്രയും ആഘോഷത്തെ വർണ്ണാഭമാക്കി.
അഷ്ടമി രോഹിണി നാളിൽ കണ്ണനെ ഒരു നോക്ക് കാണാൻ ഇന്നലെ രാത്രി മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭക്തരുടെ ഒഴുക്കാണ്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് പലർക്കും ദർശനം സാധ്യമായത്. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ ദർശനത്തിന് ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. മമ്മിയൂർ ക്ഷേത്രത്തിൽ കാഴ്ചയും മേളവും ദൃശ്യശ്രാവ്യ വിരുന്നൊരുക്കി. ജീവിത എന്ന അനുഷ്ഠാന കലാരൂപവും ശിവതാണ്ഡവവും നൃത്തവും ഉറിയടിയും നന്ദിയുടെ പ്രദക്ഷിണവും എല്ലാം ആഘോഷ ദിവസത്തെ വർണ്ണാഭമാക്കി. തുടർന്ന് മമ്മിയൂരിൽ നിന്ന് കണ്ണനും ഗോപികമാരും ഘോഷയാത്രയായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക്. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് 30,000 ഭക്തർക്കാണ് സദ്യ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 ഗുരുവായൂർ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തെ ഭക്തിസാന്ദ്രമാക്കി അഷ്ടമി രോഹിണി വള്ളസദ്യ. ശ്രീകൃഷ്ണ ജയന്തി നാളിൽ ക്ഷേത്രത്തിലെത്തിയത് 10,000 കണക്കിന് ഭക്തരാണ്. ദേവസ്വം ബോർഡ് അധ്യക്ഷൻ കെ അനന്തഗോപൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കൊടിമരച്ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ നിലവിളക്കിന് മുമ്പിൽ ആചാരപരമായ സദ്യ വിളമ്പി നൽകിയ ശേഷമാണ് പള്ളിയോടങ്ങൾക്കും ഭക്തർക്കും സദ്യ നൽകിയത്. 52 കരകളിലെ 52 പള്ളിയോടങ്ങളും വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെയാണ് ക്ഷേത്രനടയിൽ എത്തിയത്. ശ്രീകൃഷ്ണന്റെ ജന്മനാളിൽ നടക്കുന്ന അഷ്ടമിരോഹിണി വള്ളസദ്യ പ്രസാദമായിട്ടാണ് ഭക്തർ കരുതുന്നത്. വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ിലധികം പാചകക്കാരാണ് സദ്യ തയ്യാറാക്കിയത്. 62 വിഭവങ്ങളാണ് സദ്യയ്ക്കായി ഒരുക്കിയത്. ഒരേ സമയം ഏറ്റവുമധികം ആളുകൾ പങ്കെടുക്കുന്ന സദ്യയാണ് അഷ്ടമിരോഹിണി വള്ളസദ്യ. 400 പറ അരിയുടെ സദ്യയാണ് ഇന്ന് മാത്രം തയ്യാറാക്കിയത്. ന്യൂസ് 18 പത്തനംതിട്ട. മടങ്ങിയെത്താം ചെറിയൊരു ഇടവേള. വയനാട് ബത്തേരിയിൽ സ്വകാര്യ കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം. 13 പേർക്ക് പരുക്ക്. അൽഫോൺസ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത്. 14 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വയനാട് സുൽത്താൻ ബത്തേരി അൽഫോൺസ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ തമ്മിലാണ് കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായത്. 2ാം വർഷ ടൂറിസം ബിരുദ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ കയറി 3ാം വർഷ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. സംഭവത്തിൽ 13 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ ഷിയാസ്, സിനാൻ എന്നിവർ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റുള്ളവർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീടുകളിലേക്ക് മടങ്ങി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി 2ാം വർഷ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികളും സീനിയേഴ്സും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇത് അധ്യാപകർ ഇടപെട്ട് പറഞ്ഞു തീർത്തെങ്കിലും പിന്നീട് ചില വാട്സപ്പ് മെസ്സേജുകളുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും സംഘർഷമുണ്ടായതെന്നാണ് വിവരം. സീനിയേഴ്സാണ് നമ്മൾ മർദ്ദിച്ചത്. ഞങ്ങൾ 13 പേരുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ് അൽഫോൺസ കോളേജിലെ. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ കയറി മർദ്ദിക്കാനുണ്ടായത്. അവരായിട്ട് ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പരിക്കേറ്റവരെല്ലാവരും 13 ആൾക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ട്. അവർ 10-35 ആൾക്കാരുണ്ടായിരുന്നു. സംഭവത്തിൽ ബത്തേരി പോലീസ് 14 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതേസമയം ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തതായി പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയ സീനിയർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായും വിഷയത്തിൽ നാളെ PTA മീറ്റിംഗ് ചേരാൻ തീരുമാനിച്ചതായും കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് 18 വയനാട്. കോട്ടയത്ത് NCCയിലെ ഉന്നത ഓഫീസറുടെ മരണം ആത്മഹത്യ എന്ന് പോലീസ് പോസ്റ്റ്മോർട്ടം പരിശോധനയിലടക്കം കാര്യമായ അസ്വാഭാവികതകൾ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തതിന്റെ ഞെട്ടലിലാണ് NCC. വർഷങ്ങൾ നീണ്ട സൈനിക സേവനത്തിന്റെ അനുഭവ സമ്പത്തുമായി NCCയുടെ ഗ്രൂപ്പ് കമാൻഡർ സ്ഥാനത്ത് ജോലി ചെയ്യുകയായിരുന്നു ബ്രിഗേഡിയർ MN സാജൻ. ഇതിനിടെ അപ്രതീക്ഷിതമായുണ്ടായ ആത്മഹത്യ NCC കേന്ദ്രങ്ങളെ ഞെട്ടലിലാക്കിയിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് പരിശോധിക്കാനായിരുന്നു കോട്ടയം ഈസ്റ്റ് പോലീസ് തുടക്കം മുതൽ ശ്രമിച്ചത്. എന്നാൽ ഇന്നലെ പോലീസ് നടത്തിയ ഇൻക്വസ്റ്റ് നടപടിയിലും പോസ്റ്റ്മോർട്ടത്തിലും ബ്രിഗേഡിയർ MN സാജന്റെ മരണം ആത്മഹത്യ തന്നെ എന്ന വിലയിരുത്തലാണ് ഉണ്ടായത്. വ്യക്തിപരമായ പ്രശ്നങ്ങളാകാം മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വിലയിരുത്തൽ. സമീപ ദിവസങ്ങളിൽ സാജന് മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി ബന്ധുക്കളിൽ നിന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഓഫീസിലെ മുറിയിൽ തൂങ്ങി മരിച്ച സാജന്റെ മൃതദേഹം ഡോർ തകർത്താണ് പുറത്തെടുത്തത്. കോട്ടയം വൈക്കം സ്വദേശിയാണ്
നരേന്ദ്രനാഥ് സാജൻ എന്ന MN സാജൻ. ന്യൂസ് 18 കോട്ടയം. അമിത വേഗത്തിൽ വന്ന ഇരുചക്ര വാഹനം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലിടിച്ച് യുവാവ് മരിച്ചു. വർക്കല താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് അപകടം. വർക്കല സ്വദേശി രാജേഷാണ് അപകടത്തിൽ തൽക്ഷണം മരിച്ചത്. എതിർദിശയിൽ വന്ന വാഹനത്തിന്റെ വെളിച്ചം കാരണം സൈഡ് ഒതുക്കിയപ്പോഴാണ് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിലിടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. താമരശ്ശേരി ചുരത്തിൽ KSRTC ബസ് ബൈക്കിലിടിച്ച് യാത്രക്കാരന് പരിക്ക്. ചുരം 7-ാം വളവിനും 8-ാം വളവിനും ഇടയിൽ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. ചുരം ഇറങ്ങുകയായിരുന്ന KSRTC ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ മുന്നിലുണ്ടായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ബൈക്ക് ബസിനുള്ളിൽ അകപ്പെട്ടു. പരുക്കേറ്റ യാത്രക്കാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് 20 ലക്ഷം രൂപയുടെ ഹവാല പണം പിടികൂടി. മംഗളൂരുവിൽ നിന്നും ചന്തേരിയിലേക്ക് കാറിൽ കൊണ്ടുപോവുകയായിരുന്ന പണമാണ് പിടിച്ചത്. സംഭവത്തിൽ അടുക്കത്തുബയൽ സ്വദേശികളായ മെഹബൂബ്, മുഹമ്മദ് എന്നിവർ പിടിയിലായി. ജില്ലാ പോലീസ് മേധാവി വൈധവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് DYSP P ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കൊട്ടാരക്കര പാച്ചൂർ വെട്ടിക്കവല റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തം. 15 വർഷത്തോളം നൽകിയ നിവേദനങ്ങൾ ഫലം കാണാതെ വന്നതോടെ നാട്ടുകാർ പൊതുമരാമത്ത് മന്ത്രിക്ക് ഭീമഹർജി നൽകി. KSRTC 5 ട്രിപ്പുകൾ ദിവസേന നടത്തിയിരുന്ന റോഡിന്റെ അവസ്ഥയാണിത്. റോഡ് തകർന്നതോടെ ഒറ്റ സർവീസ് പോലും നിലനിർത്താതെ എല്ലാം KSRTC റദ്ദാക്കി. ഇതോടെ നാട്ടുകാർ യാത്രാ ദുരിതത്തിലാവുകയും ചെയ്തു. ബസ് വന്നുകൊണ്ടിരുന്നതായിരുന്നു ഇവിടെ. ഇപ്പം ബസ്സുകളൊന്നും എല്ലാം നിർത്തി. ഇപ്പം പിന്നെ സ്കൂൾ വണ്ടി പോലും പോകാൻ വയ്യാതെ വന്നാൽ ഒട്ടും പോകാൻ പറ്റുന്നില്ല. എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയായിരിക്കുക. തലച്ചിറ പാച്ചൂർ റോഡിലെ വലിയ ഗട്ടറുകൾ ഇരുചക്ര വാഹനങ്ങളെയാണ് ഏറെ അപകടത്തിലാക്കുന്നത്. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജനയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ റോഡ് നിർമ്മാണത്തിനായി MP അനുവദിച്ചെന്ന് അവകാശപ്പെടുന്ന ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടതല്ലാതെ നിർമ്മാണം നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഞങ്ങളുടെ എല്ലാം വസ്തുക്കൾ വിട്ടുകൊടുത്ത് ഉണ്ടാക്കി 8 മീറ്റർ വീതിക്ക് ഉണ്ടാക്കിയെടുത്ത റോഡാണ്. പിന്നെ അന്നത്തെ LDFിൻ്റെ ഭരണസമിതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് ചെയ്ത് ഒന്ന് ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ റോഡിൽ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിവേദനവുമായി നാട്ടുകാർ മുട്ടാത്ത വാതിലുകളില്ല. ഉടൻ പരിഹരിക്കാമെന്ന ഉറപ്പിനപ്പുറം അധികാരികൾ ഒന്നും ചെയ്യുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഏതാണ്ട് 4 വർഷത്തോളമാകുന്നു ഈ റോഡിന് ഇപ്പോഴും യാതൊരുവിധമായ മാറ്റവും ഉണ്ടാക്കുവാൻ ഈ ബന്ധപ്പെട്ട MPക്കോ മറ്റ് അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണ്. യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 കൊട്ടാരക്കര. കൊല്ലം പുനലൂരിൽ ചക്കുവരയ്ക്കൽ പ്രദേശത്ത് റബ്ബർ മോഷണം വ്യാപകം. ഉണക്കാനിട്ടിരിക്കുന്ന റബ്ബർ ഷീറ്റുകളാണ് മോഷണം പോകുന്നത്. ചക്കുവരയ്ക്കൽ ചാരുംകുഴി ഭാഗത്താണ് മോഷണം ഏറെയും നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മനക്കര ഗോപിനാഥപിള്ളയുടെ വീട്ടിൽ ഉണക്കാനിട്ടിരുന്ന 31 ഷീറ്റുകളാണ് മോഷണം പോയത്. 3 മാസത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഒറ്റ രാത്രിയിലൂടെ ഗോപിനാഥപിള്ളയ്ക്ക് നഷ്ടമായത്. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മുറ്റത്തിറങ്ങിയ ഷീറ്റ് എണ്ണി നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് കയറി കിടന്നത്. രാവിലെ 5 മണിയായപ്പോൾ എഴുന്നേറ്റ് ആട്ടിന് വെള്ളം കൊടുക്കാൻ നോക്കിയ സമയത്ത് കാണുന്നില്ല. ആട്ടിൻകൂട്ടിനോട് ചേർന്ന ഭാഗത്തായിട്ടിരുന്നത്. ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു ആ വിവരം അറിഞ്ഞപ്പോൾ. സൗവർണയിൽ സജീവിന്റെ വീട്ടിൽ അന്നേ ദിവസം തയ്യാറാക്കിയ വെള്ളം തോരാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകളാണ് മോഷ്ടാക്കൾ കടത്തിയത്. മറ്റൊരു വീട്ടിൽ കള്ളന്മാർ കയറിയപ്പോഴേക്കും ലൈറ്റ് ഇട്ടതിനാൽ ഇവർ കടന്നു കളഞ്ഞു. ഇന്നലെ അടിച്ചോണ്ട് വൈകിട്ടിട്ട് ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ സംഭവം ഷീറ്റില്ല. മോഷണം നടന്നുവെന്ന് സംശയിക്കുന്ന സമയത്ത് പ്രദേശത്ത് സംശയാസ്പദകരമായ സാഹചര്യത്തിൽ ഒരു ഓട്ടോ കടന്നുപോയിരുന്നു. CCTVയിൽ ഈ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ഈ ഓട്ടോ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. വേനലും മഴയും കാരണം ദീർഘനാൾ വെട്ടാതിരുന്ന ശേഷമാണ് റബ്ബറിന്റെ പാലെടുക്കാൻ പ്രദേശവാസികൾ തുടങ്ങിയത്. ഇതിന് പിന്നാലെ തുടങ്ങിയ മോഷണം ചെറുതല്ലാത്ത പ്രതിസന്ധിയാണ് റബ്ബർ കർഷകർക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂസ് 18 പുനലൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.